ജനാധിപത്യം എന്ന ഒരു മലയാള സിനിമ നമുക്ക് ഓർമ്മയുണ്ടാവും. പഴയകാലത്ത് മലയാള സിനിമയാണ്. R.D. നായനാർ എന്ന ഒരു പോലീസുകാരൻ പോലീസിൽ വലിയ തോതിലുള്ള അഴിമതിയും അതിൽ ഈ പറഞ്ഞതുപോലെ പവർ ഓൺ തുടങ്ങിയ ഇലക്ട്രിക്കൽ കമ്പനികളുടെ ചില അഴിമതിയും ഒക്കെ എല്ലാം ചേർന്ന് അതിനെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി മുഖ്യമന്ത്രിയായി R.D. നായനാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു വരുന്ന ഒരു കഥയുണ്ട്. കൽക്കട്ടയിൽ നിന്ന് അദ്ദേഹത്തെ പ്രത്യേക വിമാനത്തിൽ ഇവിടെ കൊണ്ടുവരുന്നു. സുരേഷ് ഗോപിയാണ് അതിൽ R.D. നായനാറായി അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ബാലചന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. ഞാനിത് പറയാൻ കാരണം സുരേഷ് ഗോപി ഇപ്പോഴും ജനാധിപത്യ സിനിമയിലാണ് ജീവിക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. ഒന്നാമത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊന്നുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒട്ടുമല്ല. അദ്ദേഹം ജയിപ്പിച്ച ജനങ്ങൾ, തൃശ്ശൂരിലെ സാധാരണ ജനങ്ങൾക്ക്, വലിയ രാഷ്ട്രീയമൊന്നുമുള്ളവരല്ല അദ്ദേഹത്തെ ജയിപ്പിച്ചത്. ഇയാൾ കുറച്ചൊരു മര്യാദക്കാരനാവും, കുറച്ചൊക്കെ ഗോഷ്ഠിയില്ലാതെ മറ്റു രാഷ്ട്രീയക്കാരേക്കാൾ അഴിമതിയില്ലാതെ പ്രവർത്തിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. കുറേ ആളുകൾക്കെങ്കിലും വികസനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മിഡിൽ ക്ലാസ് വോട്ടാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവിടെ കാറ്റായി വീശിയത്. പക്ഷേ ഇപ്പോൾ ആ വോട്ട് ചെയ്തവരിൽ, അങ്ങനെ വോട്ട് ചെയ്തവരിൽ ഏതാണ്ട് 90% വലിയ നിരാശരാണ് എന്നാണ് ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം? ഇദ്ദേഹം അതിനുശേഷം ചെയ്ത കാര്യങ്ങൾ എന്താ? ഏറ്റവും ഒടുവിൽ ഇന്നലെ ആരാണ് ഗവർണർ, ആരാണ് കേന്ദ്ര സഹമന്ത്രി എന്നൊക്കെ പ്രോട്ടോകോൾ ഇല്ലേ ഈ രാജ്യത്ത്? നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത ചില പ്രോട്ടോകോളുകൾ, അത് വളരെ പ്രസിദ്ധമാണ്. ഗവർണറുടെ സദസ്സിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകാൻ പാടില്ല, ഗവർണർ സംസാരിക്കുമ്പോൾ ആരും ശബ്ദിക്കാൻ പാടില്ല, ഏറ്റവും അവസാനമേ ഗവർണർ സംസാരിക്കൂ, കാരണം ഗവർണർ സംസാരിച്ച് വേറെ ആൾ അതിന് മറുപടി പറയാൻ പാടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഗവർണർ പങ്കെടുക്കുന്ന ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയും ഗവർണർ പ്രസംഗിക്കുന്നതിലേക്ക് ഇറങ്ങിപ്പോവുകയും കുറെ ആളുകൾ അദ്ദേഹവുമായി വട്ടം ചുറ്റി നിന്ന് സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയും ഗവർണർ പറഞ്ഞത് ഒരു അക്ഷരവും ആരും കേൾക്കാതെ പോവുകയും ഒക്കെ ചെയ്ത കഥ നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ വലിയൊരു പ്രോട്ടോകോൾ ലംഘനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഗവർണറേക്കാൾ വലുതല്ല കേന്ദ്ര സഹമന്ത്രി എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹം അമ്പലത്തിൽ പോകുമ്പോഴും പള്ളി പോകുമ്പോഴും മോസ്കിൽ പോകുമ്പോഴും ഒക്കെ അദ്ദേഹം പോലീസുകാരെ നിർത്തി സെല്യൂട്ട് അടിച്ചു. ഞാൻ അതാ പറഞ്ഞ്, ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ R.D. നായനാർ പറയുന്ന കാര്യങ്ങൾ എങ്കിലും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിക്ക് മനസ്സിലാക്കിക്കൂടെ? ഇവിടെ അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഇതിനു മുമ്പും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം BJP-ക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ചിന്താഗതിക്കാരെ മാത്രമല്ല, BJP-ക്കാരെ കടുപ്പിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഒന്ന്, ഇദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ നായനാരുടെയും കരുണാകരന്റെയും ഒക്കെ ശിഷ്യനാണ്. അതുപോലെ തന്നെ മോദിയെയും അമിത്ഷായെയും പറഞ്ഞ് കൂടെ നായനാരെയും കരുണാകരനെയും പറഞ്ഞു. നായനാർ സഖാവിന്റെ ഭാര്യയെ വീട്ടിൽ പോയി കണ്ടു. ഇതൊക്കെ വ്യക്തിപരവും വളരെ പ്രൈവറ്റുമായ ചില കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾ, കരുണാകരൻ എല്ലാ കാലത്തും BJP-ക്കെതിരായി ശക്തമായി നിലപാടെടുത്തിട്ടുള്ളതാണ്. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി. അവിടെ ആരോ അനൗൺസ് ചെയ്തപ്പോൾ തെറ്റി മുരളീധരൻ എന്നൊക്കെ പറഞ്ഞൊന്നും കേൾക്കാനുണ്ട്, അതറിയില്ല. എന്തായാലും പ്രശ്നം, ഇദ്ദേഹം കരുണാകരനെ എന്താ പറയാ, സ്മൃതി മണ്ഡപത്തിൽ സംസാരിച്ചത് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതാംബയാണ് എന്നാണ്. ഭാരതാംബ ഇന്ദിരാഗാന്ധിയാന്ന് പറഞ്ഞാൽ BJP അടപടലം തീർന്നു. കാരണം BJP-യിലെ മുൻരൂപമായ ജനസംഘം ഏറ്റവും ശക്തമായി പോരാടിയിട്ടുള്ളത് അടിയന്തരാവസ്ഥയടക്കം ഇന്ദിരാഗാന്ധിയുണ്ടാണ്. അങ്ങനെ വളർന്നു വന്നവരാണ് BJP-യുടെ പിന്നെ വന്ന വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷി അടക്കമുള്ള പഴയ നേതാക്കൾ. അവരെയൊക്കെ വെറും പുല്ലാക്കി കളഞ്ഞു സുരേഷ് ഗോപി. എന്താ കാര്യം? ഭാരത മാതാവാണ്. പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞു എന്നുള്ളതൊക്കെ വേറെ കാര്യം. തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയക്കാരൻ തിരുത്തലിനൊരു കാര്യമുണ്ടല്ലോ. സമ്മർദ്ദം വരുമ്പോൾ മാറ്റി പറയാന്നല്ലാതെ ഉള്ളിലുള്ള കാര്യമല്ലേ ആദ്യം വരിക. ആരും പറയാതെ വരുന്ന ഉള്ളിലുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരുതരം ജാട ആയി ഇപ്പം മാറി. ഈ കഴിഞ്ഞ ദിവസം എന്താ പറയാ, നമ്മുടെ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം
ഒരു ജനകീയനായ മന്ത്രിയാവുക. ഈ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു പാരന്റലിസമാണ് എന്ന് പറയാറുണ്ട്. ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വന്ന ഒരു അവതാര പുരുഷനാണ് എന്ന രൂപത്തിൽ. അദ്ദേഹത്തിന്റെ നേതാവ് മോദി അങ്ങനെയാണല്ലോ പറഞ്ഞത്, ദൈവം പ്രത്യേകം നിയോഗിക്കപ്പെട്ടതാ പുള്ളിയെന്ന്. രണ്ട് പുള്ളിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായ ആളാണ്, സ്വയംഭൂവാണ്. അതുപോലെയാണ് സുരേഷ് ഗോപി കണക്കാക്കുന്നത്. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു ജനകീയനല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത എന്നർത്ഥത്തിൽ ജനകീയനായ ഒരു ഭരണാധികാരിയാണ്, രാജാവാണ്. രാജാവ് ആളുകൾക്ക് സൗകര്യം പോലെ കൊടുക്കുമെന്നേ, വേണ്ടത് തരും, നല്ല രാജാവായ മതി. പക്ഷെ ജനാധിപത്യത്തിൽ അങ്ങനെ നല്ല രാജാവില്ല. ജനാധിപത്യത്തിൽ ജനങ്ങളെ ഉള്ളൂ. ഇവിടുത്തെ എത്ര എം പിമാർ പോലീസുകാരെ കൊണ്ട് സെലൂട്ട് അടിപ്പിച്ചിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല ഒരു എം പി, ഒരു പാർട്ടിയുടെ എം പിയും വരുമ്പോൾ പോലീസുകാർ സെലൂട്ട് അടിക്കാറില്ല. കാരണം എം പിമാരൊന്നും അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ പോലീസുകാരെ കൊണ്ട് സെലൂട്ട് അടിപ്പിച്ചു, എം പി ആയിരുന്ന കാലത്ത്. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്കും പിന്തുണച്ച ആളുകൾക്കും വല്ലാത്ത നിരാശ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് അദ്ദേഹം തിരുത്തുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അദ്ദേഹത്തെ തിരുത്താൻ ശേഷിയുള്ള നേതാക്കന്മാർ കേരളത്തിൽ BJP-യിൽ ഇല്ലാതെ. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും BJP-യുടെ ഒരു ഭാവി സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് എന്ന് ആലോചിക്കുന്നത് വളരെ രസകരമായി. പണ്ട് O രാജഗോപാൽ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ഇതുപോലെ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്നിട്ടും രണ്ടാമത് സീറ്റ് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ജയിച്ചില്ല. സുരേഷ് ഗോപി ഇനി തൃശ്ശൂരിൽ ഒരു കാലത്തും ജയിക്കില്ല എന്ന രൂപത്തിൽ അദ്ദേഹം കഴിഞ്ഞ 1-2 ആഴ്ച കൊണ്ട് കാര്യങ്ങളൊക്കെ ഒരു പരുവത്തിലെത്തിയിരുന്നു. ഒരു ഭാഗ്യക്കേട് കൊണ്ട് എന്തോ പൂര കമ്മിറ്റിയിലെ പ്രശ്നങ്ങളും പല വോട്ട് കള്ളക്കളികളും മറിച്ചിലുകളും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും ഒക്കെ അയാൾ ജയിക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ കുർലോസ് തിരുമേനി പറഞ്ഞ പോലെ ഇത് എല്ലാ കാലത്തും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഇനി തിരുത്താനുള്ള അവസരമുണ്ട്. അദ്ദേഹം തിരുത്തണമെന്നാണ്. കാരണം ഇങ്ങനത്തെ ഗോഷ്ഠി അദ്ദേഹം തോൽക്കുന്നുകൊണ്ടുള്ള വിഷമം കൊണ്ടല്ല. കേരളത്തിലൊരു കേന്ദ്രമന്ത്രി ഇത്രയും തരത്തിലുള്ള ഗോഷ്ഠി കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്കുള്ള അഭിമാനക്ഷതം കൊണ്ടാണ്. മര്യാദയ്ക്ക് അദ്ദേഹത്തിന് പെരുമാറാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ അതിനുള്ള മറുപടി കൃത്യമായി ജനങ്ങളിൽ നിന്ന് കിട്ടും.